അല്ല മെമ്പറത്തെ ഈ വഴിക്കൊക്കെ നിങ്ങളുടെ സുഗത മറ്റേ എന്താ പേര് ഞാൻ പറഞ്ഞല്ലോ. പേരമ്മണിന്ന്. അതിന് വിറ്റു കറവറ്റിയപ്പോ. അതല്ല മറ്റേ നിങ്ങളുടെ ഭാര്യ ജാനകി. ഭാര്യല്ല, മോൻ. ഒന്നും പറയണ്ട എന്റെ മെമ്പർ. എങ്ങനെ ഒരു കുരുത്തം കെട്ടുണ്ടായതിന്റെ ശേഷം എന്റെ ജീവിതം പോയി പറഞ്ഞാൽ മതിയല്ലോ. വട്ടാന്നാ തോന്നുന്നു. നല്ല ബുദ്ധിയുള്ള ആളാ. എന്ത് നിങ്ങളുടെ മകനെ നല്ല ബുദ്ധിയുള്ള ആളാന്ന് പറഞ്ഞതാ. എന്താ മെമ്പർ ഈ പറയുന്നത്? അവനെവിടെ അവനതാ കണ്ട ആ മാവിന്റെ ചോട്ടിലേ അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ അങ്ങനെ ഇരുന്ന് ചിന്തിക്കലാ പണി. ഒന്ന് കാണണം. എന്ത് വിവരമുള്ള ആളാ. അതെ മോനെ. ശരി ശരി, എന്നാ അങ്ങോട്ട് പൊക്കോളൂ. വിവരമുള്ള ചെക്കനാ. ഈ പഞ്ചായത്തിൽ നിന്നൊക്കെ മെമ്പർമാര് കാണാൻ വരിക പറയുമ്പോ ഞാനേ വില്ലേജിൽ പോയിട്ട് ഞാൻ കരടച്ചോളാം. അല്ലാതെ അവന്റെ കാര്യം നടത്തട്ടെ. ഇങ്ങനെ കണ്ടോ? എന്തുണ്ട്? നല്ലതാണ്. സുഖല്ലേ? സുഖം. എന്തേ വന്ന്? അതായത് വേറൊരു വിശേഷമുണ്ട്. ഇരിക്കി എന്നാ കഴിക്ക്. വേണ്ട, ഇല്ല കഴിച്ചോ. ഇതിപ്പോ ഇതിന്റെ ഒരു പ്രസാദമാണ്. ഇത് ഓഫീസ് ഇങ്ങോട്ട് പറ്റിയോ? ഇല്ല, ഓഫീസ് അവിടെ വീടിന്റെ അകത്ത് തന്നെ ഉണ്ട്. ഇതിപ്പോ നമുക്ക് എവിടെ നിൽക്കുമ്പോഴാണ് നല്ല ചിന്തകൾ വന്നേന്ന് അറിയില്ല. ഇപ്പൊ ഇവിടെ ഇരുന്നപ്പോ കൊള്ളൊരു 3 കത്തി. അപ്പൊ അതപ്പൊ തന്നെ കമ്പ്യൂട്ടറിൽ അടിച്ചിട്ട് അങ്ങനെ രസമല്ലേ ഇത്? എന്തേ വന്നത്? നമ്മുടെ മറ്റേ ഇതുണ്ടല്ലോ, നമ്മുടെ അതിന്റെ നേരെ ഓപ്പോസിറ്റ്. എന്താപ്പത്? ഏതിന്റെ ഓപ്പോസിറ്റ്? കൃഷി ഓഫീസാ? കൃഷി ഓഫീസല്ല. കൃഷി ഓഫീസല്ല. അതിന്റെ നേരെ ഓപ്പോസിറ്റ്. അതിന്റെ മൃഗാശുപത്രിയുടെ ഈ മനസ്സിലായില്ലേ? മൃഗാശുപത്രിയുടെ മറ്റേ ആർച്ച് പോലത്തെ ബോർഡൊക്കെ ഉള്ളതാ. പഞ്ചായത്ത് ഓഫീസാ? പഞ്ചായത്ത് ഓഫീസില് ഒരു സംഭവം ഉണ്ടായി. എന്താ പറഞ്ഞാല് നമ്മുടെ മറ്റേ സംസ്ഥാനം ഉണ്ടല്ലോ, ത്രിപുര. അത് പോയല്ല? ത്രിപുരല്ല, മറ്റേ ഈ ഇതൊക്കെ പറയണേ. എന്താ ഇനി പറയാ? അത് മനസ്സിലായില്ലേ നിനക്ക്? മറ്റേ ഈ തമിഴ്നാടായിരിക്കും. തമിഴ്നാടല്ല, തമിഴ്നാട്ടിലെവിടെയാണ് ഹിന്ദിയൊക്കെ പറയണേ? ഹിന്ദി പറ. ഡൽഹിയല്ല. അതിന് പകരം വേറൊരു ഹിന്ദി പറയണ സംസ്ഥാനം. ഹിന്ദി കുറെ സംസ്ഥാനം പറയും. മഹാരാഷ്ട്രന്ന് ഒരു കൂട്ടര് നമ്മുടെ ഇവിടുത്തെ മറ്റേ ഈ ഇതുണ്ടല്ലോ, എന്താ പറയാ, നമ്മുടെ ഈ ഭക്ഷണം. എന്ത് പറയാനാണ് സത്യേട്ടൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്റെ ആലോചിച്ചത് മുഴുവൻ പോയല്ല. അതല്ലടാ, നമ്മുടെ ഈ എന്താ പറയാ, നിനക്ക് മനസ്സിലായത്? ഇല്ലെന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഈ പാടല്ലേ, പാടം. അപ്പൊ ഈ പാടത്തൊക്കെ നോക്കൂത്തിയല്ലോ. പാടത്ത് കൃഷി. നമ്മുടെ ഈ കൃഷി പഠിക്കാൻ വേണ്ടിയിട്ട് മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു കൂട്ടർ ഇവിടെ വന്നു, പഞ്ചായത്തിൽ വന്നു. ആ മഹാരാഷ്ട്രക്കാരും നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ഒരു പേര് പറഞ്ഞല്ലോ, പ്രസിഡന്റ് മണ്ഡോദരിയും ഈ മഹാരാഷ്ട്രക്കാരും തമ്മില്. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ല. അതറിഞ്ഞില്ലേ? ഇല്ല. അതല്ലേ, എന്തോരം ആളുകൾ ഇവിടെ ഉണ്ട് ഈ മഹാരാഷ്ട്ര കൂടിയൊക്കെ. എന്തിന് കാര്യത്തിന്? എന്താണ് ഉണ്ടായത്? അല്ല, അതായത് നമ്മുടെ ഈ ഇതുണ്ടല്ലോ, നമ്മുടെ ഭാഷ മലയാളം. അപ്പൊ അവർക്ക് മലയാളം അറിയില്ലല്ലോ. അപ്പൊ അവർക്ക് അവരുടെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഹിന്ദിയിൽ പറഞ്ഞു തുടങ്ങി. അവർക്ക് അത് ഹിന്ദിയിൽ മനസ്സിലായില്ലോ ഒന്നും അറിഞ്ഞില്ല. എന്നിട്ട് അത് മലയാളവും ഹിന്ദി അല്ലാത്ത എന്തോ ഒന്നായി മാറി. അതിന്റെ ഒരു വീഡിയോ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ നിനക്ക് തരാം. അതുകൊണ്ട് ഒരു ട്രോൾ ഉണ്ടാക്കണം.
അത്രേ ഉള്ളു കാര്യം. എന്നാ സത്യേട്ടൻ ഒരു ഇറക്ക് വെള്ളം കുടിക്കും. ഞാൻ പേടിച്ചു പോയത് പറഞ്ഞുണ്ടാക്കി വന്നിട്ട്. ചില സമയത്ത് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വരും. അല്ലെങ്കിൽ ചെറിയൊരു വീക്ക് ഉണ്ടാകാൻ. ഇല്ല അതൊന്നുമില്ല, എനിക്ക് ചെറുപ്പം തൊട്ട് അറിയാലോ. പിന്നെ ആ വീഡിയോ സത്യേട്ടൻ എന്റെ ഫോണിലോട്ട് വാട്സപ്പ് ചെയ്യും. ഞാൻ ഇപ്പൊ തന്നെ തുടങ്ങാൻ പണി. നാളെ നേരം വെളുക്കണത് മണ്ടുവിനെതിരെയുള്ള ട്രോള് കണികൊണ്ടുണ്ടായിരിക്കുള്ളൂ നമ്മുടെ പഞ്ചായത്ത്. നമസ്തേ. 2023 का साമ്പത്തിക പദ്ധതി പദ്ധതിക്ക് ഇൻക്ലൂഡ് എന്തോ എങ്ങനെ പദ്ധതിക്ക് ഇൻക്ലൂഡ് करता है. क्या मद्यपान है? हाफ बोतल क्या फुल बोतल? क्या हाफ बोतल क्या फुल बोतल? കാർഷിക പദ്ധതി. Then all the ജനങ്ങൾ क्या क्या all the ജനങ്ങൾ with us. മതി മതി, ഇനി മൊത്തത്തിലൊന്ന് വാറ്റി പുഴുങ്ങി എടുത്താൽ മതി. പിന്നെ അവർ മുജേ മാലു അയ്യോ അറിഞ്ഞൂടാന്നുള്ള എന്റെ ഹിന്ദി എന്തുവാണോ എന്തോ അവർ സക്സസ് മതി മതി നിർത്ത്. ഉണ്ണി അതൊന്നും നിർത്തുണ്ണി. ഞാൻ നിർത്തിയിട്ടൊന്നും കാര്യമില്ല. ലക്ഷങ്ങൾ ആൾക്കാരെ കണ്ടോണ്ടിരിക്കുന്നു. ഇതെന്ത് ഭാഷയാണ്? ഹിന്ദിയാണ്. ഇപ്പോ പ്രസിഡന്റ് അന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. ഞാനന്ന് പ്രസംഗിക്കുമ്പോ പറഞ്ഞല്ലോ. അല്ല, അത് സംഭവം ശരിയാണ്. പക്ഷെ എങ്കിലും നമ്മൾ ഈ പറഞ്ഞ മാതിരി പിന്നെ അന്യനാട്ടിൽ നിന്ന് വന്ന് നിൽക്കുന്ന കുറേ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് പ്രസിഡന്റിനെ ധിക്കരിച്ച് ഞാൻ സംസാരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാത്തത്. ഇതിപ്പോ എന്താ ചെയ്യാൻ പറ്റേനി? ചെയ്യാം. ഈ ഷെയർ ചെയ്ത് എല്ലാവരും പിടിച്ച് നമുക്ക് നല്ലോണം കൊടുക്കാം. ലക്ഷക്കണക്കിന് ആളെ എന്റെ ഉണ്ണി ചുമ്മാ വീട്ടിൽ പറയല്ലേ. ഇന്ന് രാവിലെ ആയപ്പോ തന്നെ ഏതാണ്ട് 4 ലക്ഷം ഷെയർ പോയി കഴിഞ്ഞു. 4 ലക്ഷം പേര് കണ്ടോ? അത് രാവിലത്തേത് മാഡം. ഇപ്പൊ ഉച്ചയോട് കൂടി ഒരു 50,000 കൂടെ എന്തായാലും കടന്നിട്ടുണ്ടാവും. വൈകുന്നേരം ആകുമ്പോൾ ഒരു 5 ലക്ഷം ഇതായിട്ടുണ്ടാവും. ഞാനത് ആലോചിച്ചിട്ടേ നമുക്ക് നമ്മുടെ മണ്ഡലം പ്രസിഡന്റിനെ പോയി കണ്ടിട്ട് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് വിദഗ്ധമായൊരു ഉപദേശം തേടാം. എന്താണ് ആലാക്കിന്റെ പേര്? ആ ട്രോള്. ഒന്ന് തുമ്മിയ ട്രോളാണ് പോടെ. ആത്മാർത്ഥം തുമ്മാൻ പറ്റില്ല. ട്രോള് തടഞ്ഞ് നടക്കാൻ പറ്റാണ്ട് ബയ്യക്കുന്നത് നമ്മൾ പാർട്ടിക്ക് സീണാവത്. അതെ, മണ്ടോദരി മാഡത്തിന്റെ പ്രസംഗം തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചതിന് നമ്മൾ ശക്തമായിട്ട് നേരിടണം മന്മത. എനിക്ക് ഈ നാണക്കേടിന്ന് ഒന്ന് രക്ഷപ്പെടണം. അതിന് നമ്മൾ ശക്തമായിട്ട് നേരിടും. അതിനാണ് ഇപ്പൊ നമ്മൾ പദ്ധതി ഉണ്ടാക്കണേ. ഇജ്ജെന്താ പറയാൻ പോയത്? അതെ, ഞാനൊരു കാര്യം പറയാം. ട്രോളിനെ ട്രോള് കൊണ്ട് എടുക്കുക. മുള്ളിന് മുള്ളുണ്ടല്ലോ എടുക്കല്. ഞാൻ പറഞ്ഞു വരുന്നത് അത് തന്നെയാണ്. ഇപ്പൊ നമ്മുടെ ഈ പ്രതിപക്ഷ നേതാവ് ഈ സത്യശീലൻ എന്ന് പറയുന്ന ആള് മണ്ടോദരി മേഡത്തിന്റെ വായിന്ന് വീണ ആ വാക്കിനെ പിടിച്ചാണല്ലോ ട്രോൾ ചെയ്യിപ്പിച്ചേക്കുന്നത്. തിരിച്ച് നമ്മളും അതുപോലെ തന്നെ അയാൾ എവിടെയെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അയാളുടെ വായിന്ന് വീണ ആ സംഭവം പിടിച്ചിട്ട് നമ്മളൊരു ട്രോൾ ഉണ്ടാക്കി അങ്ങോട്ട് വിട്ടുകൊടുക്കുക. അല്ല, ഇതിപ്പോ ആര് ചെയ്യും മന്മത? അതൊക്കെ ചെയ്യാൻ പറ്റിയ ഒരാൾ എൻ്റെ ഉണ്ട്. ആര്? അതൊക്കെ ഉണ്ട് പ്രസിഡന്റ്. മറിമായം